വികസന വഴിയിൽ പുതുചരിത്രമെഴുതി നവകേരളത്തിന്റെ വഴിതെളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. സമാനതകളില്ലാത്ത വികസന മുന്നേറ്റത്തിനൊപ്പം ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി നാടിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വികസനത്തിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും കോട്ടയം ജില്ലയും മുന്നേറുകയാണ്. സർവ്വതല സ്പർശിയായ ജനക്ഷേമ വികസന കാഴ്ചപ്പാട് അനുഭവവേദ്യമായ 4 വർഷമാണ് പിന്നിട്ടത്. അതിദാരിദ്ര്യമുക്തമാകുന്ന നാടായി കേരളം മാറാൻ പോവുകയാണ്. 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി കോട്ടയം നാഗമ്പടം മൈതാനത്ത് എന്റെ കേരളം പ്രദർശന വിപണന മേള നടന്നുവരികയാണ്. തിരുനക്കര മൈതാനത്ത് നിന്ന് നാഗമ്പടം മൈതാനത്തേക്ക് സാംസ്കാരിക ഘോഷയാത്രയോടുകൂടിയായിരുന്നു എന്റെ കേരളം പ്രദർശന വിപണനമേള ആരംഭിച്ചത്. സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും 186-ലധികം സ്റ്റാളുകളാണ് എന്റെ കേരളം പ്രദർശന വിപണനമേളയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് കോട്ടയം ജില്ലാതല ആഘോഷത്തിൻ്റെയും എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുമാണ് ഇവിടെ നടക്കുന്നത്. ഏപ്രിൽ 24 മുതൽ ഏപ്രിൽ 30 വരെയാണ് 7 ദിവസങ്ങളിലായുള്ള പ്രദർശനം ഇപ്പം 2ാം ദിവസത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇവിടെ 69,000 സ്ക്വയർ ഫീറ്റോളം വലുപ്പമുള്ള പവലിയനിൽ 186 സ്റ്റാളുകളാണുള്ളത്. 186 ശീതീകരിച്ച പവലിയനത്തിൽ തന്നെ 186 സ്റ്റാളുകളുണ്ട്. അതുകൂടാതെ പുറത്ത് കാർഷിക പ്രദർശനം, വിവിധ വകുപ്പുകളുടെ മറ്റ് പ്രദർശനങ്ങൾ, ടൂറിസം കാരവൻ പ്രദർശനം, ഇങ്ങനെ വിവിധ പ്രദർശനങ്ങളുണ്ട്. 186 സ്റ്റാളുകൾക്കുള്ളിൽ 132 വിവിധ വകുപ്പുകളുടെ പ്രദർശനങ്ങളും ബാക്കിയുള്ള സ്റ്റാളുകൾ കൊമേഴ്സ്യൽ സ്റ്റാളുകളുമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൂടി മേളയുടെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് കേരളം ഇതുവരെ കിഫ്ബി വഴി നേടിയ വികസന നേട്ടങ്ങളുടെ നേർസാക്ഷ്യമായ പ്രദർശനങ്ങൾ, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പ്രദർശനം, സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 9 വർഷമായി നേടിയ വികസന നേട്ടങ്ങളുടെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിൻ്റെ പ്രദർശനം, കൃഷി വകുപ്പിൻ്റെ പ്രദർശനം, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പ്രദർശനം, പൊതുമരാമത്ത് വകുപ്പിൻ്റെ പ്രദർശനം, ഡെസ്റ്റിനേഷൻ ടൂറിസം അടക്കമുള്ള പ്രദർശനങ്ങൾ, സെൽഫികൾ എടുക്കാൻ വിവിധ പോയിന്റുകളിലുള്ള പ്രദർശനങ്ങൾ, ഇങ്ങനെ ആകെ ആകർഷകമാണ് ഈ പ്രദർശന നഗരി. ഇതുകൂടാതെ KSFDCയുടെ ഒരു മിനി തിയേറ്ററും ഇതിനുള്ളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. കേരളം കൈവരിച്ച നേട്ടങ്ങളുടെ പ്രദർശനം, ആധുനിക സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്തുന്ന പ്രദർശനങ്ങൾ, കാർഷിക പ്രദർശന വിപണനമേള, സാംസ്കാരിക കലാപരിപാടികൾ, രാജ്യത്തെ വൈവിധ്യമാർന്ന രുചിക്കൂട്ടുകൾ പരിചയപ്പെടുത്തുന്ന മെഗാ ഭക്ഷ്യമേള, വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെയും സവിശേഷ പരിഗണന അർഹിക്കുന്നവരുടെയും സംഗമങ്ങൾ, കായിക വിനോദ പരിപാടികൾ, ടൂറിസം പദ്ധതികളുടെ പരിചയപ്പെടുത്തൽ എന്നിവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുമുണ്ട്. 2ാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷിക ദിനാഘോഷമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഞങ്ങളുടെ എല്ലാ വകുപ്പുകളും ഒന്നിച്ച് വലിയൊരു പ്രദർശന വിപണനമേളയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. നല്ല ഒരു ജനപങ്കാളിത്തമുണ്ട്, എല്ലാവരുടെയും സഹകരണമുണ്ട്. അപ്പോൾ പൊതുജനങ്ങൾക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും എങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എത്തിക്കുമെന്നുള്ളത് നമുക്കിവിടെ വന്ന് കാണാൻ പറ്റും. പ്രദർശന വിപണനമേളയുടെ ഉദ്ഘാടനം സഹകരണം, തുറമുഖം, ദേവസ്വം വകുപ്പ് മന്ത്രി BN വാസവനാണ് നിർവഹിച്ചത്. 69,000 ചതുരശ്ര അടിയിലുള്ള പ്രദർശന വിപണനമേള ജനങ്ങൾക്ക് മറ്റൊരു അനുഭവമാണ് സമ്മാനിക്കുന്നത്.
രണ്ടാം പിണറായി മന്ത്രിസഭയുടെ 4ാം വാർഷികത്തോട് അനുബന്ധിച്ച് നടത്തുന്ന ഈ എൻ്റെ കേരളം പ്രദർശനം കാണാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ. വളരെ എന്താ പറയുക, മനോഹരമായിട്ടാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. വളരെ നല്ല പവലിയനാണ്, മനോഹരമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല നമുക്ക് കുറേയധികം കാര്യങ്ങളെ പറ്റിയുള്ളൊരു ഇൻഫർമേഷൻ ഇവിടെ വരുമ്പോൾ കിട്ടുന്നു. ഇത്രയധികം സർക്കാർ വകുപ്പുകൾ നമുക്കുണ്ട്. അവരുടെ ഓരോരുത്തരുടെയും സേവനം ഇപ്പം പണ്ടത്തെ കാലത്ത് നിന്നും വ്യത്യസ്തമായി എത്രത്തോളം നമ്മളിലേക്ക് അടുത്താണെന്നും പുതിയ പുതിയ ടെക്നോളജികൾ എത്രത്തോളം ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും, പിന്നെ ഈ കുടുംബശ്രീയുടെ ഈ പവലിയൻ കാണുമ്പോഴും വളരെ സന്തോഷമുണ്ട്. എനിക്കൊന്ന് നമ്മുടെ സംസ്ഥാനത്ത് മാത്രമാണ് ഇത്രയധികം വനിതകൾക്ക് മുന്നോട്ട് വരാൻ ഇങ്ങനെ ഒരു പ്രസ്ഥാനം വഴി ഉണ്ടായത്. അപ്പം അവരുടെ ഓരോ സ്റ്റാളുകൾ കാണുമ്പോഴും അത് നമുക്ക് വളരെ എന്താ പറയുക സന്തോഷമാണ്. വളരെ നല്ല സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എല്ലാ വകുപ്പുകളും സ്റ്റാളുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മുൻവശത്തുള്ള തീം സ്റ്റാളുകളൊക്കെ വളരെ ജനങ്ങളെ ആകർഷിക്കുന്ന പോലെ വളരെ അട്രാക്റ്റീവായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയധികം വകുപ്പുകളുണ്ടെന്നും ആ വകുപ്പുകളിലൂടെ ഇത്രയധികം സേവനങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നുണ്ടെന്നും ഉള്ളത് മനസ്സിലാക്കാൻ ഒരു അവസരം കൂടിയാണ്. എല്ലാവരും ഇത് വന്ന് കാണണം, എൻജോയ് ചെയ്യണം, കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. ശീതീകരിച്ച 186 സ്റ്റാളുകളും മെഗാ ഭക്ഷ്യമേളയും ഈ മേളയുടെ അഴക് കൂട്ടുന്നു. കലാ സാംസ്കാരിക പരിപാടികളും സംഗമങ്ങളും ആദരിക്കലും കാർഷിക വിപണന പ്രദർശന മേളകളും എൻ്റെ കേരളം മെഗാ പ്രദർശന വിപണന മേളയുടെ മറ്റൊരു പ്രത്യേകതയായി മാറുന്നു. ടൂറിസം, കാരവാൻ ടൂറിസം പ്രദർശനങ്ങളും സ്റ്റാർട്ടപ്പ് മിഷൻ പ്രദർശനങ്ങളും മറ്റൊരു പ്രത്യേകതയാണ്. ശാസ്ത്ര സാങ്കേതിക പ്രദർശനങ്ങളും സ്പോർട്സ് പ്രദർശനങ്ങളും സ്കൂൾ മാർക്കറ്റുകളും കോട്ടയത്തെ എൻ്റെ കേരളം വിപണന പ്രദർശന മേളയുടെ അഴക് വർദ്ധിപ്പിക്കുന്നു. ഇവ കൂടാതെ സൗജന്യ സർക്കാർ സേവനങ്ങളും എൻ്റെ കേരളം വിപണന പ്രദർശന മെഗാ മേളയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. കായിക വിനോദ പരിപാടികളും പോലീസ് ഡോഗ് ഷോ, മിനി തിയേറ്റർ ഷോ എന്നിവയും എടുത്തു പറയേണ്ട പ്രത്യേകതകളാണ്. കോട്ടയം നാഗമ്പടത്തെ എൻ്റെ കേരളം മെഗാ വിപണന പ്രദർശന മേളയുടെ സമാപന സമ്മേളനം ഏപ്രിൽ 30 ബുധനാഴ്ച VN വാസവൻ ഉദ്ഘാടനം നിർവഹിക്കും.